ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് RRB പരീക്ഷകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആനുകാലിക വിഷയമാണ് 97th ഓസ്കാർ അവാർഡ്. 97ാമത്തെ ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓസ്കാർ അവാർഡ്സിലോട്ടേക്ക് വരാം. 97th ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്ത സിനിമ എന്ന് പറയുന്നത്, മികച്ച ചിത്രം എന്ന് പറയുന്നത് അനോറയാണ്. ഓക്കെ, പഠിച്ചു വെക്കുക. 97ാമത്തെ ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം അനോറയാണ്. അങ്ങനെയാണെങ്കിൽ മികച്ച നടൻ ആരാണ്? മികച്ച നടൻ അഡ്രിയൻ ബ്രോഡിയാണ് കേട്ടോ. അഡ്രിയൻ ബ്രോഡിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അഡ്രിയൻ ബ്രോഡി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മികച്ച നടി ആരെന്നും കൂടി പഠിച്ചു വെക്കണം. മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്. അനോറയിലെ തന്നെ നായികയായിട്ടുള്ള, അനോറയിലെ ആക്ട്രസ് ആയിട്ടുള്ള മൈക്കി മാഡിസൺ ആണ് മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. മികച്ച സഹനടൻ കീരൻ കൽക്കിനാണ് കേട്ടോ. കീരൻ കൽക്കിനാണ്. റിയൽ സ്പെയിൻ എന്നുള്ള ഫിലിമിലാണ് കീരൻ കൽക്കിന് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ മികച്ച സഹനടൻ കീരൻ കൽക്കിനാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ? മികച്ച ചിത്രം പഠിച്ചു. മികച്ച ചിത്രം അനോറ, മികച്ച നടൻ അഡ്രിയൻ ബ്രോഡി, മികച്ച നടി മൈക്കി മാഡിസൺ, മികച്ച സഹനടൻ കീരൻ കൽക്കിൻ. ഓക്കെ, ഇനി മികച്ച സഹനടനെ പഠിച്ച സ്ഥിതിക്ക് മികച്ച സഹനടീനെയും കൂടി പഠിക്കണം. മികച്ച സഹനടി ആരാണ്? സോയി സൽദാനയാണ്. സോയി സൽദാനയാണ് മികച്ച സഹനടി എന്ന് പറയുന്നത്. മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് അനോറ മൂവിയിലെ ഡയറക്ടർ ആയിട്ടുള്ള ഷോൺ ബേക്കറിനാണ് കേട്ടോ. ഷോൺ ബേക്കർ. അപ്പൊ മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ ആണ് ഫോർ അനോറ മൂവി. ഓക്കെ, അപ്പൊ അനോറ മൂവിക്ക് എത്ര അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്തത് മികച്ച ഛായാഗ്രഹണമാണ്. മികച്ച ഛായാഗ്രഹണത്തിന് കിട്ടിയിരിക്കുന്നത് ലോൽ ക്രാളിക്കാണ്. ലോൽ ക്രാളിക്കാണ് മികച്ച ഛായാഗ്രഹനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. മികച്ച ഒറിജിനൽ തിരക്കഥ. മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള അവാർഡ് വന്നിരിക്കുന്നത് ഷോൺ ബേക്കറിനാണ്. ഷോൺ ബേക്കർ, ചിത്രം അനോറ ഫിലിമിന് തന്നെയാണ്. ഷോൺ ബേക്കറിനാണ് മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് മികച്ച അവലംബിത തിരക്കഥയാണ്. മികച്ച അവലംബിത തിരക്കഥ എന്ന് പറയുന്നത് ഏതാണ്? കോൺക്ലേവ് ആണ് കേട്ടോ. കോൺക്ലേവ് ആണ് മികച്ച അവലംബിത തിരക്കഥ എന്ന് പറയുന്നത്. മികച്ച ഒറിജിനൽ സ്കോർ. മികച്ച ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഡാനിയൽ ബ്ലൂംബർഗ് ആണ്. ഡാനിയൽ ബ്ലൂംബർഗ് ആണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന മൂവിയിലാണ് മികച്ച ഒറിജിനൽ സ്കോറിനുള്ള നമ്മുടെ ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. മികച്ച ശബ്ദ സംവിധാനം ലഭിച്ചിട്ടുള്ളത് ഡ്യൂൺ 2ാം ഭാഗമാണ്. മികച്ച ശബ്ദ സംവിധാനം ഡ്യൂൺ 2ാം ഭാഗമാണ് കേട്ടോ. അപ്പം മികച്ച ശബ്ദ സംവിധാനത്തിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് മികച്ച വിഷ്വൽ ഇഫക്ട്സ് ആണ്. മികച്ച വിഷ്വൽ എഫക്ട്സും കിട്ടിയിരിക്കുന്നത് ഡ്യൂൺ 2ാം ഭാഗത്തിന് തന്നെയാണ് മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് മികച്ച ഒറിജിനൽ ഗാനമാണ്. മികച്ച ഒറിജിനൽ ഗാനം എമിലിയ പെരസിലെ എൽമാൽ എന്നുള്ളതാണ് കേട്ടോ. എമിലിയ പെരസിലെ എൽമാൻ എന്നുള്ളതാണ് മികച്ച ഒറിജിനൽ ഗാനം ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഏതാണെന്ന് നോക്കാം. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഏതാണെന്ന് നോക്കാം. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്നുള്ളതാണ് കേട്ടോ. ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്നുള്ളതാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. മികച്ച എഡിറ്റിംഗ് അനോറയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മികച്ച എഡിറ്റിംഗ് അനോറ മൂവിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണ്? നോ അതർ ലാൻഡ് എന്നുള്ളതാണ് കേട്ടോ. നോ അതർ ലാൻഡിനാണ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. മികച്ച ആനിമേറ്റഡ് ഫിലിം എന്ന് പറയുന്നത് ഫ്ലോ ആണ് മികച്ച ആനിമേറ്റഡ് ഫിലിം. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇൻ ദ ഷാഡോ ഓഫ് ദി സൈപ്രസിനാണ് കേട്ടോ. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദി സൈപ്രസിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത അവാർഡ് കാറ്റഗറീസ് നോക്കാം. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് പോൾ ടേസ്വെലിനാണ്. വിക്കഡ് എന്ന മൂവിയില് പോൾ ടേസ്വെലിനാണ് മികച്ച വസ്ത്രാലങ്കാരം എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് മികച്ച മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ദ സബ്സ്റ്റൻസിനാണ് കേട്ടോ. ദ സബ്സ്റ്റൻസിനാണ് ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വിക്കഡ് എന്ന മൂവിക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള അവാർഡ്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള മൂവിക്കാണ് കിട്ടിയിരിക്കുന്നത്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഐ ആം നോട്ട് എ റോബോട്ടിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം
ഇത്രയും കാര്യങ്ങളാണ് 97ാമത്തെ ഓസ്കർ അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ഈ ഓരോ ഫാക്റ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഓസ്കർ അവാർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആനുകാലിക വിഷയമാണ്. അപ്പം ഈ ഏരിയാസ് ഒക്കെ പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പം ഇത്തരത്തിൽ ഓരോ ഏരിയാസ് ഒക്കെ നിങ്ങൾ ഹോട്ട് ഏരിയാസും കാര്യങ്ങളെല്ലാം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് CC RRB ഗ്രൂപ്പ് D ബാച്ചസിന് വേണ്ടിയിട്ട് CC ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും ലൈവ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സിന്റെ PDF നോട്ട്സും വീക്ക്ലി എക്സാംസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്